എല്ലാ പടവും വർഷങ്ങൾക്ക് ശേഷം ഹിറ്റാണ്. അതെനിക്കറിയാം. അതെ അതെ. അതിൽ എന്റെ ഇന്റർവ്യൂവിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. ഒരിക്കലും വലിയ ലോറിയൊക്കെ ഓടുന്നതേ അതിൽ വെച്ച നാരങ്ങയ്ക്ക് എന്ന് പറഞ്ഞ നാരങ്ങയ്ക്ക് ഒരു അഹങ്കാരമുണ്ട്. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം വലിയ കരിയർ ലോറിയൊക്കെ ഓടുന്നത് അതിൽ വെച്ചാണ് നാരങ്ങ കൊണ്ടാണ്, എഞ്ചിനും ഒന്നുമല്ല. അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞത്. ലൈഫിൽ എന്ത് സീക്രട്ടും വിശ്വസിച്ച് പറയാവുന്ന ഒരാളുണ്ട്, നെയിം പറയണേ. എന്റെ അങ്ങനെ ഒരാളേ ഇല്ല. കലേശേട്ടൻ വൈഫിനോട് പറയും. വൈഫിനോട്. ഓക്കെ, എനിക്ക് വൈഫിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്താ ഈ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത്? കൽക്കി 3D പടം കാണാൻ വേണ്ടി അവിടെ അടിച്ചോണ്ട് ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു. ആണോ? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ കണ്ണട വെച്ചേക്കണ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലേ, സ്വന്തം ക്ലാസ് ആണല്ലേ അത് വന്നത്. അല്ല ഇത് സ്വന്തം തന്നെ. ഇത് ബ്രാൻഡ് എല്ലാം തോന്നും, പക്ഷെ ഇത് പുതിയ ബ്രാൻഡാണ്. പ്രണയ സീക്രട്ട് ആയിരുന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ, പിന്നെ അതിന് സീക്രട്ട് ആയിട്ട് കുറച്ച് ആൾക്കാരത് കാണട്ടെ. പ്രണയിക്കാൻ കല്യാണം കഴിക്കാത്ത ആളാ പറയുന്നത്. പ്രണയത്തെ പറ്റി കല്യാണം കഴിക്കുന്നവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിക്കാത്തവർ പ്രണയിക്കണമെന്നില്ലല്ലോ, കല്യാണം കഴിച്ചവരും പ്രണയിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ? എനിക്ക് ഞാൻ സ്വാമി സാറിനെ എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ 3-4 വട്ടം വിളിച്ചു, സാർ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു അവസരം തരണം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിച്ചു. അപ്പോഴും സാർ ഓക്കെ ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സ്വാമി സാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവൻ നായകൻ. സ്വാമി സാറിന് എന്ത് പറ്റിയെന്നുള്ളതല്ല, എന്നെ തന്നെ ആലോചന അതിന് 2 സീൻ ധ്യാൻ ചേട്ടനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ് ആക്ടർ എന്ന നിലയിൽ ധ്യാൻ ചേട്ടനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ആക്ടർ തന്നെ അതിലെന്താ ക്വാളിറ്റി? ഒരു ആക്ടറിനെ ഇഷ്ടപ്പെടാനായിട്ട് വേറെ ക്വാളിറ്റി ആണോന്നില്ല. നമ്മള് ക്വാളിറ്റി നോക്കി ഇഷ്ടപ്പെടാൻ പോയാ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടാൻ പറ്റില്ല. മണിക്കൂർ ചേട്ടൻ കാണുമ്പോഴേ പ്രായം കൂടുന്നോറും ചെറുപ്പമായിട്ട് വരുന്ന പോലെ ഒരു ഫീൽ ഇല്ലേ? ഞങ്ങൾ കുറച്ച് റഷസ് ഉണ്ട്, കാരണം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇരുത്തി പുകഴ്ത്തിയല്ല, ഞാൻ ഈ പറയുന്ന പോലെ ധ്യാനിന്റെ എല്ലാ സിനിമകളും കാണുന്ന ആളാണ്. എല്ലാ സിനിമകളും ഞാൻ കാണും. എല്ലാ സിനിമയും അല്ല, തിയേറ്ററിൽ പോയില്ല, ഞാൻ ഉടനെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഞാൻ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ട് അടുത്ത് കിടക്കുന്നു, തൊട്ടടുത്താണ് ഫ്ലാറ്റില്. അതെനിക്ക് അറിയില്ല, നിമിത്തമാണെന്ന് പറഞ്ഞത്. കാരണം ഞാൻ കുറെ കാലം മമ്മൂക്കയുടെ ഷൂട്ട് അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ട്. സീരിയസ്ലി ഷൂട്ട് തന്നെ കണ്ടിട്ട് കുറെ കാലമായി. ഞാൻ ഇപ്പൊ എമ്പുരാനാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ലൂസിഫറിൽ ഡബ് ചെയ്യാൻ വിളിച്ചു, ഡബ് ചെയ്യാൻ വിളിച്ചിട്ട് ഡബ് ചെയ്തു. അപ്പൊ അത് ശരിയാവുന്നോണ്ട് ഇതിൽ റോൾ കൊടുത്തു. ഇത് ശരിയായില്ലെങ്കിൽ തിരിച്ച് ഡബിങ്ങിലോട്ട് തന്നെ പോകും.